അഞ്ചു പറഞ്ഞായിരുന്നേ ഫോണിൽ വിളിച്ചാൽ മതി ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മതിയായിരുന്നു, വയ്യാതിരിക്കല്ലേ, നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിശേഷമല്ലേ, അത് ഞങ്ങൾ ബന്ധുക്കളായിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ അതിന്റെ ക്ഷീണം അഞ്ചിനല്ലേ. അത് തന്നെ, എന്തായാലും മാമനും മാമിയും വന്ന നന്നായി. അപ്പോ യശോദാമ്മേ, അവണി, മക്കളെ എല്ലാവരും കല്യാണത്തിന് വരണം കേട്ടാ. പിന്നില്ലാതെ എല്ലാരും കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ. മക്കളെ, മോഹനം വരാറായില്ലേ? ആ വരാറായി. മോഹനെ പ്രത്യേകിച്ച് വിളിക്കണോ മോളെ? ഓ അതൊന്നും വേണ്ട, അഞ്ജുവിന്റെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണമല്ലേ, ഞങ്ങൾ എല്ലാവരും എന്തായാലും വരും. മാമ ഇന്നിവിടെ നിന്നിട്ട് നാളെ പോയാ പോരെ? പോരാ മക്കളെ, ഇനിയും കുറേ സ്ഥലം വിളിക്കാനുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ മോഹൻ, ഞാൻ പറഞ്ഞോളാം മോനേട്ടനോട്. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ മോഹൻ വന്നല്ലേ? കുറച്ചു നേരമല്ലോ. ഞങ്ങളേ സുജയുടെ കല്യാണം വിളിക്കാൻ വന്നതാണ്. മോഹനെ കാണാത്തതിലൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാ മോനേട്ടാ, നമ്മളെല്ലാവരും കല്യാണത്തിന് വരുമെന്ന്. പിന്നെ മോനേട്ടനെ കാണാതെ പോകുന്നതിൽ ഒരു വിഷമം. ഇപ്പൊ വിഷമം മാറില്ലേ? ഞങ്ങളിത് കല്യാണത്തിന്റെ തലേന്ന് തിരികില്ലേ? അതെ, അത് മതി. അപ്പൊ ശരി. ഏട്ടനെന്താ ലേറ്റ് ആയാ? അല്ല ലേറ്റ് ആയോന്ന്. എന്താ ലേറ്റ് ആവാൻ പാടില്ലേ? ചോദിക്കാൻ പാടില്ലേ? ചോദിക്കാൻ പാടില്ല. ആവണി ഹീറ്ററോണാക്കി. ഏട്ടൻ കലിപ്പിലാണല്ലോ. മാമനും മാമിയും വന്ന് കല്യാണം വിളിച്ചാണ്, എല്ലാരും വരണം. വരേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ഈ മാമനും മാമിയൊക്കെ നേരിട്ട് വന്ന് എന്തിനാ വിളിച്ചേ? നമ്മളെല്ലാരും പോവില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പണ്ട് ഏടത്തിയുടെ ഫാമിലിയിൽ നിന്ന് കല്യാണം പറയാൻ വന്നിട്ട് നമ്മൾ ആരെങ്കിലും പോയോ? പോയില്ലേ? ഇല്ല, പോയില്ല. അതിന് പകരം വിട്ടാൻ അവർക്ക് പറ്റിയ അവസരം. ആരൊക്കെ വന്നില്ലേ? എൻ്റെ അമ്മ വരും. നിങ്ങളുടെ അമ്മയല്ലേ? അതൊരു ആറ്റം പോകാൻ. അഞ്ജു അതെന്റെ അമ്മയാണ്. അമ്മയോട് തന്നെയാ പറഞ്ഞത്. ദേ ഇപ്പൊ അവരൊന്ന് കല്യാണം വിളിച്ചോ, തലേന്ന് തന്നെ എല്ലാരും പോണം. പോവാലോ. ഇവിടെയുള്ള സകല ആളുകളും വരണം. വന്നില്ലെങ്കിൽ നിങ്ങളുടെ വിധിയാ. അഞ്ജു, പ്രകാശയുടെ ഡീല് പറഞ്ഞ ഡീലാട്ടാ. എന്നാ നിങ്ങൾക്ക് കൊള്ളാം. വരുമായിരിക്കും. ഏട്ടാ ലീവൊക്കെ എടുത്തോ? ലീവ് എടുക്കുന്നുണ്ട്. ഇനി അധികം ദിവസമില്ലേട്ടോ. ഇത് എന്താ പ്രശ്നം? ഇതേ സെയിം ഡേറ്റിൽ തന്നെ എനിക്കൊരു മീറ്റിംഗ് വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാനും പറ്റില്ല. അത് ഇവിടെ അല്ല, ഇത് ട്രിവാൻഡ്രത്താണ്. അതൊന്നും പറഞ്ഞാ പറ്റൂല. അല്ല, ഞാൻ മാക്സിമം അത് ഞാൻ ഒഴിവാക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഏട്ടത്തിക്കൊന്ന് പറഞ്ഞൂടെ? അയ്യോ, ഞാൻ പറഞ്ഞു നോക്കി. മീറ്റിംഗ് രാവിലെയാ, അത് കഴിഞ്ഞ് നമ്മൾ പുറപ്പെട്ടാലും കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റും അല്ലേ? പറ്റും. ഏട്ടാ, ഒരു ദിവസത്തെ കാര്യമുള്ള മീറ്റിംഗ് എങ്ങനെയും മാറ്റാൻ പറ്റില്ലേ? അത്രയും ഇമ്പോർട്ടന്റ് മീറ്റിംഗ് എങ്ങനെയാ മാറ്റി വെക്കുന്നത് പ്രകാശ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വന്നേ പറ്റൂ. എന്നാ ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾ പോകുമ്പോൾ പിള്ളേരും കൂടെ കൂട്ടിക്കോ. ഞാൻ മോഹനേട്ടൻ്റെ കൂടെ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാം. അപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ എനിക്ക് മോഹനേട്ടനെയും കൂട്ടി നേരെ അങ്ങ് വരാമല്ലോ, അല്ലേ? കല്യാണത്തിന് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറ അവണി, വെറുതെ എന്തിനാ ഉരുണ്ട് കളിക്കണേ? അമ്മ, ഇവിടെ എങ്ങനെ കല്യാണത്തിന് പോവാന്നുള്ളതാണ് ചർച്ച, അല്ലാതെ എങ്ങനെ പോവാതിരിക്കാന്നുള്ളതല്ല. മനസ്സിലായി ഏട്ടത്തി, മനസ്സിലായി. ഏട്ടാ, ഞാനും പ്രകാശേട്ടനെ ഏട്ടത്തിയുടെ ഫാമിലിയിലെ കല്യാണത്തിന് അന്ന് പോയില്ലല്ലോ, അതിനിപ്പോ തിരിച്ചു കാണിക്കാം. എന്റെ അഞ്ജു, നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ. ഞങ്ങൾ ഇങ്ങനൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പ്രകാശേട്ടനാണ് ഇവരെല്ലാരും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം, കേട്ടല്ലോ? അമ്മേ, എടാ മോന, എന്തിനാ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഒരു മീറ്റിംഗ് അല്ലടാ, അത് മാറ്റി വെച്ച് കല്യാണത്തിന് വാ. അമ്മ, ഇത് മീറ്റിംഗ് ഒന്നും അല്ല. പിന്നെ ആവണിക്ക് എക്സാം ഉണ്ട്. അപ്പൊ പ്രകാശ, മോഹനും ആവണിയും കല്യാണത്തിന് വരുന്നില്ല. മീറ്റിംഗ് ആയിരുന്നെങ്കിൽ അവൻ എങ്ങനെയും വന്നേനെ, ഇതിപ്പോ എക്സാം അല്ലേ? നീ എന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുക, അതാ നല്ലത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരീക്ഷ കഴിഞ്ഞേ ഞാൻ കല്യാണത്തിന് പോകുള്ളൂ.
ആ പ്ലേറ്റിങ് എടുത്തടി. വാണയമൊക്കെ എന്ത് പറ്റി? അത് പേടിക്കണ്ട, ദേഷ്യം വന്ന വയറ് നിറച്ച് ഫുഡ് വെച്ചോളൂ.